SWOT classes. So, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു മൊഡ്യൂൾ, അതായത് നമ്മുടെ 2 മൊഡ്യൂൾ നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്, അപ്പോൾ ഇതിന് മുന്നേ പഠിച്ചുള്ളതിൻ്റെ ജസ്റ്റ് കണ്ടിന്യൂഷനാണ്. അതായത് ഓരോ ഫേസസ് ആണല്ലോ ഞാൻ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ മൊഡ്യൂളായിട്ട് പഠിക്കുന്നത് SDLC ലൈഫ് സൈക്കിളിൽ. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഡിസൈനിങ്, അതല്ലെങ്കിൽ മോഡലിംഗ് ഓഫ് എ സോഫ്റ്റ്വെയർ എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ മൊഡ്യൂളിൽ പറയാൻ പോകുന്നത് ഡിസൈനിങ്ങിൽ യൂസ് ചെയ്യുന്ന അപ്രോച്ചസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ സോഫ്റ്റ്വെയർ മോഡലിംഗ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത് എന്താണ്? സോ ഇറ്റ് ഈസ് എ പ്രോസസ് ത്രൂ വിച്ച് റിക്വയർമെൻറ്റ്സ്, അതായത് നമ്മൾ കളക്ട് ചെയ്ത റിക്വയർമെൻറ്റിനെ നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക. It is a process through which requirements are translated into blueprint for constructing a software or for developing a software എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ അതെന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അതിൽ എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? അതായത് ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയിരിക്കും, എന്തൊക്കെ തരത്തിലുള്ള കോമ്പണൻസ് ഓർ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒരു ഡാറ്റ ആണ് നമുക്ക് ആവശ്യമുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്ലൂ പ്രിൻറ്റിലുണ്ടാവും അല്ലേ. സോ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നതും അതുപോലെ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. അപ്പോൾ സിസ്റ്റം മോഡലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഒരു അബ്സ്ട്രാക്റ്റ് മോഡലാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റം മോഡലിങ്ങിൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ കുറച്ച് ഗ്രാഫിക്കൽ നൊട്ടേഷൻ അല്ലെങ്കിൽ പിക്ചറൈസ്ഡ് ആയിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കുകയാണ് എൻഡ് യൂസേഴ്സിന്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മൾ UML വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്, അത് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ അത് ഷോ ചെയ്യുക, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡലിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? നമ്മൾ ഒരു കോഡും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് യാതൊരു ബന്ധമില്ലാത്ത ഒരു കസ്റ്റമറിന് ആ ഒരു മോഡൽ വെച്ച് നമുക്കൊരു അനലിസ്റ്റിനെ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലേ. ഓക്കെ, അതാണ് ഒരു ഏറ്റവും പറയേണ്ട ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു മോഡലിൻ്റെ ഫങ്ഷണാലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി എൻഡ് പ്രോസസ്സ്, സിസ്റ്റം മോഡലിങ്ങിൻ്റെ എൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഡോക്യുമെൻറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഫേസസിലും ഡോക്യുമെൻറ്റ് ജനറേഷൻ ഉണ്ട്. റിക്വയർമെൻറ്റ് ഫേസസിൽ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്തു, അതിൻ്റെ പേരെല്ലാവരും മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, SRF ഡോക്യുമെൻറ്റ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സിസ്റ്റം മോഡലിലും നമ്മൾ ഡിസൈനിങ് മോഡലിലും ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യും. സോ ദാറ്റ് വിൽ ബി ദ എൻഡ് പ്രോഡക്റ്റ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഫേസിലേക്ക് കടക്കും. സോ സിസ്റ്റം മോഡലിങ്ങിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് എന്താ? മോഡലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ല, ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ മോഡൽസ് ഡിഫറെൻറ്റ് മോഡൽസ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അതായത് ഓരോ മോഡലും ഓരോ ഫങ്ഷണാലിറ്റി ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ പ്രൊഡക്റ്റ് നമ്മൾ എന്ത് ചെയ്യും? റിവ്യൂ ചെയ്യും, ക്വാളിറ്റി അനലൈസിസ് ചെയ്യും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫേസസ് ഡെവലപ്മെൻറ്റിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് സോഫ്റ്റ്വെയർ ഡിസൈനിങ്ങിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ഡിസൈൻ മോഡൽസ് അല്ലെങ്കിൽ ഡിസൈൻ സ്പെസിഫിക്കേഷൻ മോഡൽസിൽ 2 തരത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്യും. ആദ്യത്തെ ഡാറ്റ ഡിസൈൻ, അല്ലെങ്കിൽ രണ്ടാമത്തെ പറയുന്ന ഒരു കാറ്റഗറി ആർക്കിടെക്ചറൽ ഡിസൈനാണ്. ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൽ വരുന്ന എന്താ പറയുക, സബായിട്ട് വരുന്ന ഇതാണ് അല്ലെങ്കിൽ മെത്തേഡ് എന്ന് പറയാം നമുക്ക്. അതായത് UML അല്ലെങ്കിൽ ക്ലാസ് യൂസ് കേസ് ഡയഗ്രാംസ്, ഇതൊക്കെ നമുക്ക് ആർക്കിടെക്ചറൽ രീതിയിൽ നമ്മൾ ഡിസൈൻ പാറ്റേൺസ്, അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ പാറ്റേൺസ് എന്ന് വേണമെങ്കിൽ ഇവരെ പറയാം. പിന്നെ ഡാറ്റ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഡാറ്റ ഡിക്ഷണറി അല്ലെങ്കിൽ ERD ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഡാറ്റ ഡിസൈൻ കാറ്റഗറിയിൽ ഇൻവോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ഡാറ്റാനെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമ്മളപ്പോൾ ഈ അല്ലെങ്കിൽ നമ്മൾ ഫർദർ പഠിക്കുന്നത്, ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് UML പറ്റിയിട്ടാണ്. UML എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ സ്പെസിഫൈ ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുകയാണ്. കംപ്ലീറ്റ് സിസ്റ്റത്തിന് നമ്മൾ വിഷ്വലൈസ് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും, ഡോക്യുമെൻറ്റ് ചെയ്യും. ഇതെല്ലാം UML വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ UML ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു OMG അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ഓൺ January 1997. ഓക്കെ, അപ്പോൾ നമുക്ക് UML എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. UML ഒരു യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് ആണ്.
ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതൊരിക്കലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല. ഓക്കെ, സോ പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പിക്ചറൽ ലാംഗ്വേജ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയർ ബ്ലൂ പ്രിൻറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണ് കംപ്ലീറ്റ് സിസ്റ്റത്തിന്. ഓക്കെ, നമ്മുടെ സാധാരണയായിട്ട് വിഷ്വലൈസ് ചെയ്യാം, സ്പെസിഫൈ ചെയ്യാം, എല്ലാ ജനറൽ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡൽ സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. പിന്നെ ഇതിന് നമ്മൾ വേറൊരു ഇത് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാൻ കാരണം ഇതിൽ പ്രോഗ്രാമിംഗ് അല്ല നടക്കുന്നത്, പക്ഷേ നമുക്ക് വേരിയസ് കൺസെപ്റ്റ് ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അതായത് UML ഒരു ഡയറക്റ്റ് കണക്ഷൻ തന്നെയുണ്ട്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോഗ്രാമിംഗ് ആയിട്ടൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഓക്കെ, അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം എന്തിനാണത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഒരു ചെറിയൊരു ബേസിക് ഐഡിയ ആണ് ഞാൻ UMLനെ കുറിച്ച് പറഞ്ഞത്. സോ ഇതൊരു എക്സാമ്പിളാണ്, UML ഡയഗ്രാമിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പേഴ്സൺ ഒരു ഓൺലൈൻ സ്റ്റോറിൽ പോയിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഒരു UML ഡയഗ്രാം വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, ഒരു പേഴ്സണെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഓൺലൈൻ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈനാണ്, അവിടെ നിന്നാണല്ലോ നമ്മൾ സാധനങ്ങൾ കാറ്റഗറൈസും ഐറ്റംസ് ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മളിവിടെ UML ഡയഗ്രാമിൽ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ട ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. നമ്മൾ എന്തിനാണ് അപ്പോൾ നമ്മൾ UML നമ്മൾ ആവശ്യം എന്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ കോംപ്ലെക്സ് അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനെ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആൻഡ് സ്പെസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ വരുന്ന ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. സോ നമുക്കൊരു ഡയഗ്രാം എപ്പോഴും നമ്മൾ എന്താണ് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് UML ഡയഗ്രാംസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു കസ്റ്റമറിന് പ്രോഗ്രാമിംഗ് കോഡ് അറിഞ്ഞിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ UML യൂസ് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ വിൽ ബി മച്ച് മോർ ബെറ്റർ. ഓക്കെ, ദെൻ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, ലോട്ട്സ് ഓഫ് ടൈം സേവ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ടീം ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്തിട്ടാണ് അല്ലെ. ഈ പ്രോസസ്സും സ്ട്രക്ചറും സിസ്റ്റത്തിൻ്റെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഓൾസോ വിൽ ബി മോർ അക്യുറേറ്റ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു UML നമ്മളുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് അനാലിസിസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they use the elements, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്ട്രക്ചറൽ ഡയഗ്രാംസ് എന്നും ബിഹേവിയർ ഡയഗ്രാംസ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറൽ ഡയഗ്രാംസിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു നോർമൽ സ്ട്രക്ചറിനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് UML സ്ട്രക്ചറൽ ഡിസൈൻസ് ക്യാൻ ബി യൂസ്ഡ്. അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഹേവിയർ ഡയഗ്രാംസ്, അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സിസ്റ്റത്തിലെ ബിഹേവിയർ ആണ് പഠിക്കുന്നത്. രണ്ട് ബ്രോഡ് കാറ്റഗറിയാണ് UMLനുള്ളത്. സോ നമ്മൾ UML ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അനാലിസിസിൻ്റെ ഒരു കുറച്ച് എലമെൻറ്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ്, ഇൻഹെറിറ്റൻസ്, എക്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ ആൻഡ് ഫൈനലി പോളിമോർഫിസം. ഈ ഒരു കുറച്ച് എലമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ആണ് നമ്മളിവിടെ UML ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ഡെഫിനിഷൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ ഓൾറെഡി അതൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ജസ്റ്റ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സോ നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് UML ഡയഗ്രാംസിലാണ്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ ബ്രോഡ് കാറ്റഗറി ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്. അതായത് ബിഹേവിയർ ഡയഗ്രാം ആൻഡ് സ്ട്രക്ചറൽ ഡയഗ്രാം. ബിഹേവിയർ ഡയഗ്രാമിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് UML ഡയഗ്രാംസ് ആണ് ആക്ടിവിറ്റി, ഇൻട്രാക്ഷൻ, സ്റ്റേറ്റ്, മിഷൻ, യൂസ് കേസ്, കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ, ഓവർവ്യൂ, സീക്വൻസ് ഡയഗ്രാം,
ടൈമിംഗ് ഡയഗ്രാംസ് ആൻഡ് മൂവിങ് ടു സ്ട്രക്ചറൽ ഡയഗ്രാം. അവിടെ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ്, കമ്പോസിറ്റ്, കോമ്പണൻറ്റ്, ഡിപ്ലോയ്മെൻറ്റ്, ഒബ്ജക്റ്റ്, പാക്കേജ് ആൻഡ് പ്രൊഫൈൽ. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് ഒരു 5 to 6 നമ്പർ ഓഫ് കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പഠിക്കണമെന്നില്ല, പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് സ്ട്രക്ചറൽ UML ഡയഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വരുന്നതാണ് ക്ലാസ് ഡയഗ്രാം, ഒബ്ജക്റ്റ് ഡയഗ്രാം. അതുപോലെ തന്നെ ബിഹേവിയർ ഡയഗ്രാമിൽ പറയുന്നതാണ് യൂസ് കേസ് ഡയഗ്രാം. അപ്പോൾ ഇങ്ങനെ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം മാത്രം നമ്മൾ പഠിച്ചാൽ മതി. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവൂ. സോ മൂവിങ് ഓൺ ടു സ്ട്രക്ചറൽ UML ഡയഗ്രാം. സ്ട്രക്ചറൽ UML ഡയഗ്രാമിൽ ആദ്യത്തെ പറയുന്നത് ക്ലാസ് ഡയഗ്രാമാണ്. അതായത് നമ്മുടെ UML ഡയഗ്രാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലാസ് ഡയഗ്രാം. ഓക്കെ, ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് അതൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ഒബ്ജക്റ്റ് ആണ്. അവിടെ എങ്ങനെ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു ക്ലാസ് ഉണ്ടാവും, അതിൻ്റെ അടിയിൽ കുറച്ച് മെത്തേഡ്സ് ആൻഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കും. സോ നമുക്ക് ക്ലാസ് ഡയഗ്രാം എന്താ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റിലേഷൻ, അതായത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്ലാസ് ഡയഗ്രാം യൂസ് ചെയ്തതിന്. പിന്നെ പറയുന്നത് കോമ്പോസിറ്റ് സ്ട്രക്ചറൽ ഡയഗ്രാം. നമ്മളെപ്പോഴും കോമ്പോസിറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ക്ലാസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ പഠിക്കാനായിട്ടും അതുപോലെ തന്നെ ഇൻറ്ററാക്ഷൻ, അതായത് ഡിഫറെൻറ്റ് പലതരത്തിലുള്ള പാർട്സ് ഓഫ് സിസ്റ്റം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റം തമ്മിലുള്ള ഇൻട്രാക്ഷൻ സ്റ്റഡി ചെയ്യാനായിട്ടാണ് കോമ്പോസിറ്റ് സ്ട്രക്ചർ ഡയഗ്രാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഡയഗ്രാം പോലെ തന്നെയാണ്, സിമിലർ ടു ക്ലാസ് ഡയഗ്രാം ആണ്, പക്ഷേ ദേ റെപ്രസെൻറ്റ് ഇൻഡിവിജ്വൽ പാർട്സ് ഇൻ ഡീറ്റെയിൽസ് കമ്പയർഡ് ടു ദ എൻറ്റയർ ക്ലാസ്. അതാണ് ഒരു ഡിഫറൻസ്. ദെൻ മൂവിങ് ടു ഒബ്ജക്റ്റ് ഡയഗ്രാം. ഒബ്ജക്റ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻസ്റ്റൻസിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് പഠിക്കാനായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡയഗ്രാം യൂസ് ചെയ്യുക. സോ ഒബ്ജക്റ്റ് ഡയഗ്രാംസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയറാണ് ഇവിടെ പഠിക്കുന്നത്, സിസ്റ്റം ബിഹേവിയറിലാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇതും സിമിലർ ടു ക്ലാസ് ഡയഗ്രാം ആണ്, പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസസിൻ്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റ് ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താ, ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഇതാണ് ഒബ്ജക്റ്റ് ഡയഗ്രാം നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു കോമ്പോണൻറ്റ് ഡയഗ്രാം. കോമ്പോണൻറ്റ് ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഫിസിക്കൽ കോമ്പോണൻറ്റ്സ് ഓഫ് എ സിസ്റ്റം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷൻ ടൈമിലാണ് നമ്മൾ ഈ കോമ്പോണൻറ്റ് ഡയഗ്രാമൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഒരു ഡിസൈൻ്റെ എല്ലാ പാർട്സും ബിൽഡാണോ, കോംപ്ലക്സ് സിസ്റ്റമാണോ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാനായിട്ട്. ദെൻ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഹാർഡ്വെയറും അതിൻ്റെ സോഫ്റ്റ്വെയറും തമ്മിലുള്ള റിലേഷൻ പഠിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ഹാർഡ്വെയർ കോമ്പണൻറ്റ് എക്സിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. പ്രൈമറിലി നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ലെങ്കിൽ ഡിപ്ലോയ്ഡ് മൾട്ടിപ്പിൾ മെഷീൻസിൽ ഡിഫറെൻറ്റ് കോൺഫിഗറേഷനിലൊക്കെ ആയിരിക്കും നമ്മളിത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആ സമയത്തൊക്കെയാണ് നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്തിട്ട് സ്റ്റഡി ചെയ്യുക അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. ദെൻ ഫൈനലി ദ പാക്കേജ് ഡയഗ്രാം. പാക്കേജ് ഡയഗ്രാം എന്ന് പറയുന്നത് ദേ ആർ യൂസ് ടു ഡിപ്പെക്ട് ഹൗ, എങ്ങനെയാണ് പാക്കേജും അതിൻ്റെ എലമെൻസും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഒരു പാക്കേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെ വരാം, അത് നമ്മൾ പ്രൈമറിലി UML ഡയഗ്രാമിൽ ഒരു മീനിങ്ഫുൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ടു മേക്ക് ദ ഡയഗ്രാം ഈസിലി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്കേജ് ഡയഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ക്ലാസ്സും യൂസ് കേസ് ഡയഗ്രാംസ് എല്ലാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാക്കേജ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് ആണല്ലേ, അതുപോലെ അതിൻ്റെ ഉള്ളിൽ എല്ലാം വരും, ക്ലാസ്സസ് മാത്രമല്ല യൂസ് കേസും അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ വരും. അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാക്കേജ് ഡയഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്ട്രക്ചറൽ UML ഡയഗ്രാംസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബിഹേവിയർ ഡയഗ്രാംസ്. ബിഹേവിയർ ഡയഗ്രാംസിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് യൂസ് കേസ് ആണ്, പക്ഷേ ഇവിടെ എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറയാം. അതായത് സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം. സ്റ്റേറ്റ് മെഷീൻ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ, സ്റ്റേറ്റ്, അത് സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനായിട്ടാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോഡൽ എ ഡൈനാമിക് ബിഹേവിയർ ഓഫ് എ ക്ലാസ് ആണ് ഇൻ റെസ്പോൺസ് ടു ടൈം ആൻഡ് ചേഞ്ചിങ് എക്സ്റ്റേണൽ ഓർഗനൈസേഷൻസ്. ദെൻ ആക്ടിവിറ്റി ഡയഗ്രാംസ്. ആക്ടിവിറ്റി ഡയഗ്രാംസ് എന്തിനാണ്, ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുകയാണല്ലേ, ആ സമയത്താണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാംസ് യൂസ് ചെയ്യുക. അതായത് ഒരു ഫ്ലോ ഓഫ് കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തൊക്കെ സ്റ്റെപ്സ് ആക്ടിവിറ്റീസ് ആണ് ഒരു പ്രോസസ്സിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതെല്ലാം നോക്കാനായിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി ഡയഗ്രാംസ്.
ദെൻ ഫൈനലി യൂസ് കേസ് ഡയഗ്രാംസ്. യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നൊരു ഫങ്ഷണാലിറ്റി, സിസ്റ്റത്തിൻ്റെ ഫങ്ഷണാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ സ്ട്രക്ചറാണ്, ബിഹേവിയർ ഡയഗ്രാമാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഹൈ ലെവൽ വ്യൂ ആണ് നമുക്ക് തരുന്നത് സിസ്റ്റത്തിൻ്റെ, എന്താണ് സിസ്റ്റം ചെയ്യുന്നത്, ഏതൊക്കെ പാർട്ട് ഏതൊക്കെ ഫംഗ്ഷനാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അതൊക്കെ പറയുന്നത് യൂസ് കേസ് ഡയഗ്രാംസ് വെച്ചാണ്. അങ്ങനെ സീക്വൻസ് ഡയഗ്രാം, കമ്മ്യൂണിക്കേഷൻ, ടൈമിംഗ് ആൻഡ് ഇൻട്രാക്ഷൻ, ഓവർവ്യൂ ഡയഗ്രാംസ്, ഇതെല്ലാം ഓരോരോ കാറ്റഗറിയാണ്. അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. ഇതിൽ ഞാൻ പറഞ്ഞ ഒരു 3-4, അതായത് യൂസ് കേസ്, ക്ലാസ്, ഒബ്ജക്റ്റ്, ഇങ്ങനെ 3-4 കാറ്റഗറി മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇത് മാത്രമായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബിഹേവിയർ ഡയഗ്രാംസ് ആൻഡ് സ്ട്രക്ചറൽ UML ഡയഗ്രാംസ്, ഇങ്ങനെ ചോദിക്കാനും നിങ്ങൾക്ക് ഇങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ദെൻ നമ്മൾ യൂസ് ക്ലാസ് ഡയഗ്രാംസ് അല്ലെങ്കിൽ യൂസ് കേസ് ഡയഗ്രാംസിൻ്റെ നമ്മൾ നോക്കണം, എന്തിനാണ് നമ്മൾ യൂസ് കേസ് എന്ന് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ. അപ്പോൾ യൂസ് കേസ് എന്ന് ഡയഗ്രാംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യൂസ് കേസ് ഊപ്സ് കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പ്രോപ്പർ ഡിസൈൻ ആൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കോമ്പണൻറ്റ് ഡയഗ്രാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കോമ്പണൻറ്റ് ഡയഗ്രാം തന്നെ ബേസ് ചെയ്തിരിക്കുകയായിരിക്കും യൂസ് കേസ് വർക്ക് ചെയ്യുക. സോ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് കോമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ കോമ്പണൻറ്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ കോമ്പണൻറ്റ്സ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ നോക്കുന്നത് യൂസ് ക്ലാസ് ഡയഗ്രാംസ് വെച്ചിട്ടാണ്. ഓക്കെ, അതായത് സെവറൽ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ് നമുക്ക്. ആൻഡ് കുറച്ച്, അതായത് നമ്മുടെ യൂസ് ക്ലാസ് ഡയഗ്രാമിൽ ചെറിയ കുറച്ച് പോയിന്റ്സ് മാത്രം നമുക്ക് മൈൻഡിൽ വെച്ചോ കീപ്പപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ക്ലാസ് ഡയഗ്രാം എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ചെറിയ ചെറിയ സിൻടാക്സ് പോയിന്റ്സ് ഉണ്ട്, അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സിൻടാക്സ് പ്രോസ് യൂസ് ക്ലാസ്, അതായത് നമ്മുടെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ്. ഓക്കെ, അതായത് ഈ പ്ലസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് പബ്ലിക് വിസിബിലിറ്റി, ഹാഷ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ്, ആൻഡ് മൈനസ് സൈൻ ഈസ് ഫോർ പ്രൈവറ്റ് വിസിബിലിറ്റി. ഇങ്ങനെ 3 മോഡിഫയേഴ്സ് നമ്മൾ സൈൻസ് സിമ്പിൾസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് യൂസ് ക്ലാസ് ഡയഗ്രാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വരയ്ക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫ്രം ദാറ്റ് ഡയഗ്രാം. ഓക്കെ, സോ യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുക? അതായത് ഒരു ക്ലാസ് ഡയഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുത്തു. ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ് നമ്മൾ എല്ലാ മോഡ്യൂൾസിന് ആവശ്യമുള്ള മെത്തേഡ്സ് ആൻഡ് ഫങ്ഷൻസ് നമ്മളവിടെ ആഡ് ചെയ്യണം അല്ലേ. അതായത് ക്ലാസ് ക്രിയേറ്റ് ചെയ്ത ശേഷം നെയിം കൊടുക്കണം ക്ലാസ്സിന്, ആട്രിബ്യൂട്ട്സ് ആൻഡ് മെത്തേഡ്സ് കൊടുക്കണം. ഇതെന്തൊക്കെ ആവാം? ഒബ്ജക്ട്സ്, ഇൻ്റർഫേസ് ആൻഡ് റിലേഷൻസ് ഓൾസോ. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അസോസിയേഷൻ, ജനറലൈസേഷൻ, ഇൻഹെറിറ്റൻസ്, ഈ 3 കമ്പൈൻ ചെയ്തിട്ടാണ് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുന്നത്. അസോസിയേഷൻ എന്ന് പറയുന്നത് യൂണിഡയറക്ഷണൽ ബൈഡയറക്ഷണൽ, അതായത് 2 ക്ലാസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്നും ഒരു ക്ലാസ്സിലേക്ക് മാത്രമായിട്ടുള്ളൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, അങ്ങനെയാണ് അസോസിയേഷൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ്ലി വൈഡ്ലി യൂസ്ഡ് ഡയഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ബിസിനസ് മോഡലിനെ നോക്കുമ്പോൾ. ബാക്കിയുള്ള എല്ലാ മോഡൽസിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഡയഗ്രാംസിനെ വേണ്ടി യൂസ് ക്ലാസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ ഒബ്ജക്റ്റ് ആൻഡ് എ ക്ലാസ് ഡയഗ്രാം. ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് ഡയഗ്രാം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി, എക്സ്പ്ലനേഷൻ നോക്കണ്ട. ഫിഗറിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ട് അല്ലേ. ആൻഡ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റ് എന്താ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അക്കൗണ്ട്. സോ ഈ ക്ലാസ് ഡയഗ്രാമിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഡിവിഷൻ, ആ ഒരു റെക്റ്റാങ്കിളിന് ആദ്യത്തെ ഡിവിഷൻ ക്ലാസ് നെയിം, ദെൻ കംസ് ആട്രിബ്യൂട്ട്സ് ഓർ ഡാറ്റ മെമ്പേഴ്സ്, അതായത് ബാലൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ മെമ്പർ ഉണ്ട്, അക്കൗണ്ട് വാലിഡ് ടിൽ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ മെമ്പർ ഉണ്ട്. ആൻഡ് ദ ഫൈനൽ പാർട്ടീഷൻ എന്താണ്? വിത്ത്ഡ്രോ ആൻഡ് ഷോ ബാലൻസ് എന്ന് പറഞ്ഞ 2 ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി ഈ ഒരു അക്കൗണ്ട് 1 പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ റെഫർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അക്കൗണ്ട് 1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ കൊടുത്തിരിക്കുന്നത്, അതിൽ പാർട്ടീഷൻസ് ഒന്നുമില്ല, അതിൽ വെറും ഇൻസ്റ്റൻസ്, അതായത് നമ്മുടെ ക്ലാസ്സിൽ യൂസ് ചെയ്ത് ഇൻസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? ആട്രിബ്യൂട്ട് ആണല്ലേ, ബാലൻസ്. ബാലൻസ് നമ്മളൊരു വാല്യൂ കൊടുത്തിട്ടുണ്ട് 12,500 എന്ന് പറഞ്ഞാൽ. ദെൻ പിന്നെ കൊടുത്തിരിക്കുന്ന അക്കൗണ്ട് വാലിഡ് ടിൽ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു
അടുത്ത ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പർ നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇത് രണ്ടും വർക്ക് ചെയ്യുന്നത്. സെയിം ആയിട്ടുള്ള ഒരു ഡൊമൈനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ ക്ലാസ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തു, നെക്സ്റ്റ് നമ്മൾ ഒരു ഒബ്ജക്റ്റ് വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രക്ചറൽ ആയിട്ടുള്ള UML ഡയഗ്രാംസ് വർക്ക് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ഡയഗ്രാംസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.